ഇന്നത്തെ മാച്ച് SRH വേഴ്സസ് RR എന്ന് ഇങ്ങനെ അറിഞ്ഞപ്പോൾ തന്നെ ഞാനൊരു കാര്യം ഇങ്ങനെ മനസ്സിലാലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് കഴിഞ്ഞു പോയ കുറച്ച് മാച്ചസ് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഫസ്റ്റ് ഓപ്പണിങ്ങിൽ കിട്ടുന്നൊരു ഗംഭീര തുടക്കം ഉണ്ടല്ലോ, ആ ഒരു തുടക്കം കിട്ടിയിട്ടാണ് എല്ലാ മാച്ചിലും ശരിക്കും RR ജയിച്ചിരിക്കുന്നത്. അതിപ്പം ചേസിങ്ങിലാണെങ്കിലും ശരി, ഫസ്റ്റ് ബാറ്റ് ആകുമ്പോഴും ശരി. പ്രത്യേകിച്ച് നമ്മുടെ ജയ്സ്വാൾ എപ്പോഴും ഒരു ഫസ്റ്റ് ഒരു നോക്കി കളിച്ചിട്ടുള്ള ഒരു കളിയായിരിക്കും കളിക്കുക, ഒരു ആങ്കർ ഇന്നിങ്സ് ആയിരിക്കും ഉണ്ടാവുക. ആ സമയത്ത് സൂര്യവംശി അടിച്ചു കളിക്കും. അത് കഴിഞ്ഞ് ജയ്സ്വാളിന്റെ സ്റ്റൈലായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അവർ നല്ലൊരു തുടക്കം ഫസ്റ്റത്തെ ആ ഒരു പവർ പ്ലേയിൽ ഗംഭീരമായിട്ട് കളിച്ചു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ഈസി ആയിട്ട് പിന്നീട് വരുന്ന ഓരോ ബാറ്റ്സ്മാൻമാർക്കും ഭയങ്കര ഈസിയാണ്. കാരണം അവർ ഓൾറെഡി കോൺഫിഡന്റ് ആണ്, ഓൾറെഡി നല്ലൊരു സ്കോർ ആയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് അടിക്കുന്നതിന് എന്താ പേടി? നമ്മൾ ശരിക്കും T20 വേൾഡ് കപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ T20 ടീമിൻ്റെ അകത്ത് സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ഫസ്റ്റ് ഇറങ്ങുമ്പോൾ അവർ രണ്ടുപേരും അടിച്ച് തുടങ്ങി കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ബാറ്റ്സ്മാൻമാർക്കൊക്കെ ഭയങ്കര കോൺഫിഡന്റ് ആണ്. ആ സമയത്ത് ഈസി ആയിട്ട് 200 മേലുള്ള ടോട്ടൽ പോകാറുണ്ടെന്നുള്ളത് നമ്മൾ ഓൾറെഡി പ്രൂവൺ ആയിട്ട് കണ്ടിട്ടുള്ളതാണ്. ചില മാച്ചസിൽ സഞ്ജു കളിക്കാണ്ടിരിക്കുമ്പോൾ 150, 160 ആ റേഞ്ചിലൊക്കെ സ്കോർ പോകുന്നതും, അതേസമയം സഞ്ജു കളിക്കുന്ന സമയത്ത് 200 മേലെ സ്കോർ പോകുന്നതും. ഇന്ന് അതന്നെയാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. അതായത് സൂര്യവംശി ഇന്ന് കളിച്ചില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ജയ്സ്വാൾ കളിച്ചില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, അങ്ങനെ ഒരു തോട്ട് ആക്ച്വലി വന്നിട്ടുണ്ടായിരുന്നു. അതന്നെയാണ് ശരിക്കും ഇന്നത്തെ മാച്ചിൽ സംഭവിച്ചത്. ആ ഒരു തുടക്കം കിട്ടിയില്ല, പിന്നീട് അങ്ങോട്ട് ചറപറ വിക്കറ്റ് പോയി. അങ്ങനെ അവസാനം ഇന്നത്തെ മാച്ച് SRH തൂക്കി. അതും ചെറിയ റണ്ണിനല്ല, അത്യാവശ്യം നല്ല റണ്ണ് തന്നെ, 57 റണ്ണിന്റെ വിജയം. അതാണ് ഇന്നത്തെ മാച്ചിന്റെ ഒരു പ്രത്യേകത. പുതിയ പുതിയ താരോദയങ്ങളും ഇന്ന് ഉണ്ടായിട്ടുണ്ട്, അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം. ശരിക്കും മാച്ചിലോട്ട് വരുന്ന സമയത്ത് സൺറൈസേഴ്സ് ഫസ്റ്റ് ബാറ്റ് ചെയ്തപ്പോൾ നമ്മുടെ അഭിഷേക് ശർമ്മ, നമുക്കറിയാലോ ശരിക്ക് ഈ ഒരു IPL ഇവർ ഹോട്ട്സ്റ്റാർ എപ്പോഴും പരസ്യം കാണിക്കാറുണ്ട് 300 മേലെ ആരായിരിക്കും സ്കോർ ചെയ്യാന്നുള്ളത്. അതിന് കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ള ഒരു ടീമാണ് ശരിക്കും SRH. കാരണം ആ ഒരു ബാറ്റിംഗ് ഓർഡേഴ്സ് നോക്കിക്കഴിഞ്ഞാലും അടിച്ച് കളിക്കാൻ പറ്റുന്ന സ്ട്രൈക്ക് റേറ്റ് ഉള്ള ബാറ്റ്സ്മാൻമാർ ഉള്ളതുകൊണ്ട്, പ്രത്യേകിച്ച് അഭിഷേക് ശർമ്മ അല്ലെങ്കിൽ ഇഷാൻ കിഷൻ, ട്രാവിസ് ഹെഡ്, ക്ലാസൻ ഇങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ഫോം ആയാൽ മതി, ചെറുതായിട്ടൊന്ന് ഫോം ആയാൽ തന്നെ എല്ലാവരും കൂടി ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്താൽ ഈസി ആയിട്ട് ആ ഒരു സ്കോറിൽ എത്താൻ പറ്റും. ഞാൻ ഇതിന് മുന്നിലുള്ള ഓരോ സീസണിലും നമ്മൾ കണ്ടാണ് അവർ എത്ര വരെ ഹയസ്റ്റ്, പ്രത്യേകിച്ച് ഇന്ന് അവരുടെ ഒരു ഹയസ്റ്റ് സ്കോറുകൾ ടോട്ടൽസ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ഓൾമോസ്റ്റ് ഫസ്റ്റത്തെ 4 SRHന്റെ പേരിലുള്ള 287, 268, 276 അങ്ങനെ എന്തൊക്കെയോ സ്കോറുകൾ അവർ അടിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് മാച്ച് തുടങ്ങിയപ്പോൾ ഫസ്റ്റത്തെ ഓവറിൽ തന്നെ ആർച്ചർ, നമുക്കറിയാലോ ആർച്ചർ എപ്പോഴും ഒരു വിക്കറ്റോടുകൂടിയാണ് എപ്പോഴും തുടങ്ങാറുള്ളത്. അങ്ങനെ അഭിഷേക് ഇന്ന് ഡക്കായിട്ടാണ് പോയത്. അവിടെ തന്നെ ചെറുതായിട്ടൊന്ന് താളം തെറ്റി SRHന്റെ. അത് കഴിഞ്ഞ് ട്രാവിസ് ഹെഡ് ആണെങ്കിലും അല്ലെങ്കിൽ ഇഷാൻ കിഷൻ ആണെങ്കിലും കുറച്ചൊന്ന് നോക്കിയാണ് കളിച്ചത്. കാരണം ഒരു വിക്കറ്റ് ഓൾറെഡി ഫസ്റ്റ് തന്നെ പോയേക്കാണ്. അപ്പോൾ പിന്നീട് അങ്ങോട്ട് കുറച്ച് റിസ്ക് എടുത്ത് കളിക്കാൻ പറ്റില്ല. അങ്ങനെ കളിച്ചിട്ടുണ്ടെങ്കിൽ കളി മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോകാൻ ചാൻസ് ഉണ്ട് എന്നുള്ളൊരു ആ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള തിങ്കിങ് ആയിരിക്കണം. അവർ കുറച്ചൊന്ന് സൂക്ഷിച്ച് കളിച്ച് ഒരു 50+ പാർട്ട്ണർഷിപ്പ് ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് നമ്മുടെ ട്രാവിസ് ഹെഡ് ഔട്ട് ആവുന്നത്. 18 ബോളിൽ 18 ആൾ കുറച്ച് കഷ്ടപ്പെടുന്നതായിരുന്നു അടിക്കാൻ വേണ്ടിയിട്ട്. അതും റിയാൻ പരാഗിന്റെ ബോളിലാണ് ഔട്ടായത്. പക്ഷെ നമ്മുടെ അതേ സമയത്ത് അപ്പുറത്തെ ഭാഗത്ത് ഇഷാൻ കിഷൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എല്ലാ ബോളേഴ്സിനെയും ഒരു 6 എങ്കിലും വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ബൗണ്ടറി എങ്കിലും വെച്ചിട്ട് അടിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഇറങ്ങിയ നമ്മുടെ ഹെൻറിച്ച് ക്ലാസനും കിഷനും കൂടി അത്യാവശ്യം നല്ല രീതിയിൽ 80+ പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കിയതിനു ശേഷം നിർഭാഗ്യം എന്ന് പറയാൻ 44 ബോളിൽ 91 റൺസ് എടുത്തിട്ടാണ് ആൾ ഔട്ടായത്. 200 മേലെ സ്ട്രൈക്ക് റേറ്റ് ഉണ്ടായിരുന്നു. 6 4ഉം 8 6ഉം അടിച്ചിട്ട് RRന്റെ കീ ബോളർ ആയിട്ടുള്ള സന്ദീപ് ശർമ്മയുടെ ബോളിൽ തന്നെ ഡയറക്റ്റ് ക്യാച്ച് കൊടുത്തിട്ടാണ് സന്ദീപ് ശർമ്മ തന്നെ ക്യാച്ച് എടുത്തിട്ട് ഇഷാൻ കിഷൻ അവിടെ ഔട്ടാവാണ്. പക്ഷേ ആ സമയമാകുമ്പോഴേക്ക് അത്യാവശ്യം ഒരു സ്കോറിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു SRH. ഇഷാൻ കിഷന്റെ കാര്യം പറയുന്ന സമയത്ത് ക്ലാസനും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളിച്ചു. കാരണം ആ ഒരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്തത് മാത്രമല്ല, ഇൻഡിവിജ്വൽ സ്കോറിൽ നോക്കിക്കഴിഞ്ഞാലും രണ്ടാമത്തെ ടോപ്പ് സ്കോറായിരുന്നു ക്ലാസൻ, 40 റൺ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടാണ്ട് നമ്മുടെ നിതീഷ് കുമാർ റെഡ്ഡി, അനികേത് വർമ്മയൊക്കെ അവരുടെ കോൺട്രിബ്യൂഷൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ട് നിതീഷ് കുമാർ റെഡ്ഡിക്ക് ഏകദേശം 3 6 ആയിട്ട് അടുപ്പിച്ചടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടിച്ചാണ് അവർ ഏകദേശം 216 റൺസിലോട്ട് എത്തിയത്. RRന്റെ ബൗളിംഗ് നോക്കുന്ന സമയത്ത് ആർച്ചറും ബർഗറും അത്യാവശ്യം നല്ല രീതിയിലുള്ള എക്കണോമിയിൽ ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആർച്ചറിന് 2 വിക്കറ്റ് ഉണ്ട്, ബർഗറിന് വിക്കറ്റ് ഇല്ല. റിയാൻ പരാഗ് ഒരു ഓവർ എറിഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഒരു ഓവറിൽ 5 റൺ വിട്ടെടുത്തിട്ട് ഒരു വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഷാദ് ദേശ്പാണ്ഡെ അതുപോലെ സന്ദീപ് ശർമ്മ രണ്ടുപേരും 50+ സ്കോർ കൊടുത്തിട്ടുണ്ടായിരുന്നു 4 ഓവർ ചെയ്തപ്പോൾ. പക്ഷെ രണ്ടുപേരും ഓരോ വിക്കറ്റുകൾ വെച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ സന്ദീപ് ശർമ്മ എടുത്ത വിക്കറ്റ് അത്രയും വാല്യൂ ഉള്ള വിക്കറ്റാണ്. കാരണം അത് നമ്മുടെ ഇഷാൻ കിഷന്റെ വിക്കറ്റ് ആയിരുന്നു. സെഞ്ചുറി അടിക്കാൻ ഇന്ന് സാധ്യതയുള്ള ആളായിരുന്നു. പ്രത്യേകിച്ച് RRന്റെ അടുത്ത് തന്നെയായിരുന്നു കഴിഞ്ഞ സീസണിൽ സെഞ്ചുറി എടുത്തിട്ടുണ്ടായിരുന്നു. രാജസ്ഥാന്റെ ബാറ്റിങ്ങിലോട്ട് വരുന്ന സമയത്ത് ഫസ്റ്റ് ഓവറിൽ തന്നെ 3 വിക്കറ്റ്. വെടിക്കെട്ട് ബാറ്റ്സ്മാൻ ആയിട്ടുള്ള രാജസ്ഥാന്റെ കീ ബാറ്റ്സ്മാൻ ആയിട്ടുള്ള സൂര്യവംശി, ധ്രുവ് ജുറേൽ അതുപോലെ പ്രിട്ടോറിയസ് 3 പേരുടെ വിക്കറ്റും ഫസ്റ്റ് ഓവറിൽ തന്നെ എടുത്തു. പ്രഫുൽ ഹിംഗെ എന്ന് പറഞ്ഞ ബോളറാണ്. ബോളറിന്റെ ഫസ്റ്റ് ഡെബ്യൂട്ട് മാച്ചും കൂടിയായിരുന്നു IPL. ആ ഒരു ഷോക്ക് മാറുമ്പോഴേക്ക് ഓക്കെ കുഴപ്പമില്ല, ജയ്സ്വാൾ ഉണ്ട് കളിക്കാൻ എന്നുള്ള രീതിയിൽ നോക്കുമ്പോഴേക്കാണ് അടുത്ത ഓവറിൽ ഷാക്കിബ് ഹുസൈൻ, എഗെയിൻ ഒരു ഡെബ്യൂട്ട് ബോളർ IPL, ജയ്സ്വാളിന്റെ വിക്കറ്റ് എടുക്കുകയാണ്. ആ ഓവറിൽ ഓൾമോസ്റ്റ് 4 വിക്കറ്റ് 2 ഓവറിൽ പോയിരിക്കുകയാണ്. ഭയങ്കരമായിട്ടുള്ളൊരു ഷോക്കിംഗ് മൊമെന്റ് ആണ് ശരിക്കും RRന് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ക്യാപ്റ്റൻ വരുന്നു, ക്യാപ്റ്റനെയും പറഞ്ഞയക്കുന്നു നമ്മുടെ റിയാൻ പരാഗ്. അത് എഗെയിൻ പ്രഫുൽ ഹിംഗെയാണ് വിക്കറ്റ് എടുക്കുന്നത്. 5 വിക്കറ്റുകൾ അടുപ്പിച്ച് പോയ സമയത്ത് കംപ്ലീറ്റ്ലി ഡോമിനേറ്റ് ആയിരുന്ന SRHന്റെ ഈ 9 റണ്ണിൽ 5 വിക്കറ്റ് പോയെടുക്കുന്നു. പിന്നീട് 127 റൺസ് വരെ ഒരു വിക്കറ്റ് പോലും കളയാതെ പിടിച്ചു നിന്ന 2 ബാറ്റ്സ്മാൻമാരായിരുന്നു ഫെരേരയും അതുപോലെ തന്നെ നമ്മുടെ രവീന്ദ്ര ജഡേജയും. രണ്ടുപേരും
കട്ടക്ക് വിക്കറ്റ് ഇനി കൊടുക്കില്ല എന്നുള്ള രീതിയിൽ പിടിച്ചു നിൽക്കുകയായിരുന്നു. അതിൽ ഫെരേര 44 ബോളിൽ 69 റൺസ് എടുത്ത് 7 4 3 6 അടിച്ചു. അതുപോലെ തന്നെ നമ്മുടെ രവീന്ദ്ര ജഡേജ 32 ബോളിൽ 45 റൺസ് എടുത്തു 5 4 ആണ് അടിച്ചത്. 6 അടിച്ചേ ഇല്ല. കാരണം അടിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ മാച്ചിൽ കംപ്ലീറ്റ്ലി പൊക്കി അടിച്ചു കഴിഞ്ഞാൽ ഔട്ടാവുന്നുള്ള ഒരു പേടി കാരണമായിരിക്കണം. പക്ഷെ എന്തായാലും ജഡേജയുടെ ഒരു ആങ്കർ ഇന്നിങ്സ് കാരണമാണ് ശരിക്കും ആ ഒരു ടോട്ടലിലോട്ട് 127 വരെ വിക്കറ്റുകളൊന്നും പോകാണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ രവീന്ദ്ര ജഡേജ വിക്കറ്റ് ഇഷാൻ മലിംഗയും അതുപോലെ ഫെരേരയുടെ വിക്കറ്റ് അഗെയിൻ ഷാക്കിബ് ഹുസൈൻ തന്നെ എടുക്കുകയും ചെയ്തു. 7 വിക്കറ്റ് പോയല്ലോ, ഇനിയിപ്പോൾ എന്ത് കാണിക്കാന്നുള്ളൊരു രീതിയിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ ആർച്ചറും തുഷാർ ദേശ്പാണ്ഡെ ഇറങ്ങുന്നത്. ആർച്ചർ നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ ഏതോ ഒരു മാച്ചിൽ ആറാറിന്റെ ടോപ്പ് സ്കോറർ ആയിരുന്നു ആർച്ചർ. ആ ഒരു പ്രതീക്ഷയിൽ കളിച്ചു നോക്കുമ്പോഴേക്ക് ആർച്ചർ അധികം നേരം നിന്നില്ല. ഷാക്കിബ് ഹുസൈൻ വേഗം തന്നെ പറഞ്ഞു വിട്ടു. പക്ഷെ അത് കഴിഞ്ഞിട്ട് തുഷാർ ദേശ്പാണ്ഡെയുടെ ഒരു കിഡിലൻ ക്യാമിയോ ഉണ്ടായിരുന്നു. 3 6 പറത്തിയിട്ട് 11 ബോളിൽ 27 റൺസ്. ഇന്നത്തെ ടോട്ടൽ മാച്ചിൽ തന്നെ സൂപ്പർ സ്ട്രൈക്കർ എന്ന് പറയാം. 227 സ്ട്രൈക്ക് റേറ്റിൽ ആള് അടിച്ച് തന്നെ അങ്ങേയറ്റം, അതായത് ഭയങ്കര ഇഷ്ടപ്പെടുന്ന രീതിയിൽ അടിച്ചിട്ട് ഒരു കളീനെ നല്ല രീതിയിലുള്ള ഒരു എന്റർടൈൻമെന്റിലോട്ട് ആക്കി വെച്ചു. പക്ഷെ അത് കഴിഞ്ഞ് പിന്നീടൊന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ 159 ഓൾ ഔട്ടായി ആറാർ. SRHന്റെ സൂപ്പർ സ്റ്റാർസ് ആയിരുന്നു ശരിക്കും ഷാക്കിബ് ഹുസൈനും പ്രഫുൽ ഹിംഗയും. കാരണം രണ്ടുപേരും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു എക്കണോമിയിൽ 4 വിക്കറ്റ് വെച്ചെടുത്തു. അതിൽ ഷാക്കിബ് ഹുസൈനാണ് കുറച്ചെങ്കിലും റൺസ് കുറവ് കൊടുത്തത്. പക്ഷെ എന്നാലും പ്രഫുൽ ഹിംഗെ എടുത്ത ഫസ്റ്റത്തെ ആ ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടല്ലോ, ഒരു ഇമ്പാക്ട്, ആ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയത് ശരിക്കും കംപ്ലീറ്റ്ലി പ്രഫുൽ ഹിംഗയാണ്. രണ്ടുപേരും ഒന്നിനൊന്നും മെച്ചെന്നറിയാം. കിടിലൻ ബൗളേഴ്സ്, ഡെബ്യൂട്ട് IPL പ്ലേയേഴ്സ്, പക്ഷെ ഗംഭീരമായിട്ട് കളിച്ചു. അതിന്റെ കൂടെ കട്ടക്ക് സപ്പോർട്ട് ചെയ്ത് നമ്മൾ ഇഷാൻ മലിംഗയും 2 വിക്കറ്റ് എടുത്തു, അധികം റൺസ് ഒന്നും കൊടുക്കാതെ. ആകെ മൊത്തം ടോട്ടലായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഗംഭീര മാച്ചായിരുന്നു. കാരണം അത്രയും ഉച്ചയിൽ നിൽക്കുന്ന ആറാറിനെ ഇന്ന് ചെറുതായിട്ടൊന്ന് വലിച്ച് താഴെയിട്ടിട്ടുണ്ടായിരുന്നു SRH ഒരു കിടിലൻ കംബാക്ക് ആണിത്. പോയിന്റ് ടേബിളിൽ നോക്കിക്കഴിഞ്ഞാലും SRH 4ാം സ്ഥാനത്തായിട്ടാണ് കയറിയിട്ടുണ്ട്. അതൊരു കിടിലൻ കംബാക്ക് തന്നെയാണ്. അതിന് ചുക്കാൻ പിടിച്ചത് ക്യാപ്റ്റൻ തന്നെയായിരുന്നു ഇഷാൻ കിഷൻ ഇന്ന് സെഞ്ചുറി നഷ്ടമായി എന്നുള്ളത് വേറൊരു കാര്യമാണ്. സെഞ്ചുറി അടിച്ചിരുന്നെങ്കിൽ ഒന്നും കൂടി രസം ഉണ്ടായിരുന്നു. എന്തായാലും ഒരു കിടിലൻ മാച്ച്. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, ആറാറിന്റെ ഓപ്പണേഴ്സ് അല്ലെങ്കിൽ ആറാറിന്റെ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാരെ കളിച്ചില്ല എന്നുണ്ടെങ്കിൽ കളി ആറാറിന്റെ കയ്യിൽ നിന്ന് പോകാൻ കൂടുതൽ ചാൻസസ് ഉണ്ടെന്ന് ഇന്നത്തെ മാച്ചോടെ തെളിയിച്ചിരിക്കുകയാണ്.